السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനികളായ സഹോദരിമാർ, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. നമ്മുടെ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. നവാഖിദുൽ വുളൂ ആയിരുന്നു നാം ചർച്ച ചെയ്തിരുന്നത്. അതിലെ ഒന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. അതിനു മുമ്പ് തയമ്മത്തിന്റെ ബാബിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഫതുഹുൽ മുഈനില് തയമ്മത്തിന്റെ കുറഞ്ഞ ഭാഗങ്ങളെ സ്പർശിച്ചിട്ടുള്ളൂ. അതില് ഏകദേശം ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ മറ്റു ചില മസ്അലകളൊക്കെ നമ്മുടെ ഫിഖ്ഹ് മസ്അല ക്ലാസ് റൂമിലും സുആൽ ജവാബ് ക്ലാസ് റൂമിലും മറ്റുള്ള നമ്മുടെ ക്ലാസ് റൂമുകളിൽ കൂടെയൊക്കെ വന്ന ക്വസ്റ്റ്യനുകളായിട്ട് ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഇതിലും ചിലതെല്ലാം ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ചില സംശയങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞു. അത് നമുക്ക് തീർക്കാം ഇൻഷാ അല്ലാഹ്. അതില് ഒന്ന്, നാലാമത്തേതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് കൈ കൊണ്ടാണ് അടിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അവിടെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ശീല കൊണ്ടായാല് എന്താണ് അതിന്റെ ഹുക്കുമ്? അപ്പോ ഒരു ശീല എടുത്തിട്ട് ഒരു ശീലന്റെ ഒരു ഭാഗം കൊണ്ട് മുഖവും മറ്റേ ഭാഗം കൊണ്ട് കൈയും തടവാം. അതും അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ അതിൽ തന്നെ കിട്ടും ഏത്, ഈ രണ്ട് കൈയും ഇല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ കൊണ്ട് പറ്റുമെന്ന് കിട്ടി. ഇനി അങ്ങനെ ചെയ്യണമെങ്കിലും സ്വന്തം കഴിവാതെ വരുമ്പോൾ, സ്വന്തം കഴിയാതെ വരിക എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊന്നും കൂടി മനസ്സിലാക്കണം. ഇത് സംശയത്തിൽ വന്നതല്ല, ഞാൻ പറയട്ടെ. ഇപ്പൊ ഒരു മയ്യത്താണ്, മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റില്ല, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവും. അപ്പൊ ആ മയ്യത്തിനുമാണ് തയമ്മം ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ മയ്യത്തിന് തയമ്മം ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റൊരാളാണ് ചെയ്യുന്നത്. ഈ മറ്റൊരാളാകുമ്പോൾ അദ്ദേഹം ഞാൻ ഈ മയ്യത്തിന് വേണ്ടി തയമ്മം ചെയ്യലിനെ കരുതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൈ കൊണ്ട് അടിച്ചെടുത്തിട്ട് വലത്തെ കൈ മയ്യത്തിന്റെ വലത്തെ കവിളിലും ഇടത്തെ കൈ ഇടത്തെ കവിളിലും വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തടവണം. അതേപോലെ മറ്റു രണ്ടടി അടിച്ചിട്ട് ആ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയിനെ തടവുക, ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ കൈവിനെയും തടവി കൊടുത്തു കഴിഞ്ഞാൽ തയമ്മം കിട്ടി. അപ്പോ ഇത് അവിടെ മസാല നമുക്ക് ചെയ്യാം. ആർക്ക്? മയ്യത്തിന് ചെയ്തു കൊടുക്കുന്ന രീതിയാണ്. ഇതൊക്കെ ഗായത്തുൽ മറാമു പോലുള്ള ഗ്രന്ഥങ്ങളിലാണ് ഇതിന്റെ വിശദമായ ബഹസുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഇനി രണ്ട് കൈയുമില്ലാത്ത ഒരാൾക്ക്, അതായത് കൈ കൊണ്ട് അടിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടാം, മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ആളും ഇതുപോലെ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ക്ലിയറായി. അപ്പോ അജിസ് ഉള്ള സ്ഥലത്ത് ഗൈറിന്റെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ആ സഹായം കൊണ്ട് ചെയ്യാം. അത് ഫിഖ്ഹിൽ പ്രശ്നമില്ല, അത് യുസ്റുള്ളതാണ്, അതൊരു പ്രശ്നവുമില്ല. പിന്നെ മറ്റ് വസ്തുക്കളെ കൊണ്ട് തയമ്മം ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മുടെ മദ്ഹബിലുള്ള വിവരം അല്ല. നമ്മുടെ മദ്ഹബില് ഉള്ളതല്ലെങ്കിലും നമ്മുടെ ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദാണല്ലോ മാലിക് ഇമാം. മാലിക് ഇമാമിന്റെ മദ്ഹബിൽ തന്നെ കാണാം. അവരുടെ ഫിഖ്ഹുൽ ഇബാദ എന്ന കിതാബ് നോക്കിയാൽ, മറ്റു പല കിതാബുകളുണ്ട്, കാര്യം മനസ്സിലാക്കാൻ ഞാൻ ഒരു കിതാബ് പറഞ്ഞാൽ പോരെ. അതിൽ കാണാം വയതയമ്മമു അലൽ ഖശബി വസ്സറഇ വൽ ഹശീശി ഇദാ ലം യജിദ് ഗൈറഹു. അതാണ്. അപ്പോ മരക്കഷ്ടത്തിന്റെ മേലില് തയമ്മം ചെയ്യാം. സർഗ് കൃഷി സാധനങ്ങളുടെ മേൽ പറ്റും. വൽ ഹശീഷ് പുല്ല് പറ്റും. ഇതല്ലാത്തൊന്നും എത്തിയിട്ടില്ല. അതോടൊപ്പം സമയം എന്തായിട്ടുണ്ട്, കുടുസായി, വേറെ തെരഞ്ഞു പോകാൻ സമയമില്ല. അതൊന്നും മണ്ണൊന്നും എടുത്തു കൊണ്ടുവരാൻ സമയം കിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നതാണ് അവരുടെ മദ്ഹബിലുള്ളത്. എന്നാൽ അവരുടെ മദ്ഹബിൽ തന്നെ പായയിലോ അതുപോലെ തന്നെ തോലിലോ പറ്റൂല, വിരിയിലോ പറ്റൂല എന്ന് അവരുടെ മദ്ഹബിൽ ഉണ്ട്. അതും കൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ കല്ല്, ആ കല്ലിന്റെ മുകളിൽ ചെറിയ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേയും പറ്റൂല. അല്ലെങ്കിൽ കുമ്മായം പോലുള്ള പൊടികൾ, അതൊന്നും പറ്റൂല, മണ്ണ് തന്നെ വേണം. അതുപോലെ തന്നെ ഈ മാർബിള്, അതല്ലെങ്കിൽ ഗ്രാനൈറ്റോ, അതൊക്കെ പോലുള്ളതിന്റെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറ്റില്ല എന്നൊക്കെ വളരെ വിശദമായിട്ട് മാലിക്കി മദ്ഹബിന്റെ ഫിഖ്ഹുൽ ഇബാദ കിതാബിൽ പറയുന്നുണ്ട്. അപ്പൊ മദ്ഹബ് മാലിക്കി മദ്ഹബാണ് എന്ന് മനസ്സിലായിക്കോളും. പിന്നെ ഏതിലും ഉണ്ട്,
ഹനഫി മദ്ഹബിലുണ്ട്. ഹനഫി മദ്ഹബിൽ ഖുദൂരിയോ ഹിദായയോ അല്ലെങ്കിൽ അവിടെ ഉസൂലിന്റെ ഒരു ഫിഖ് പിന്നെ കിതാബുണ്ട്, അതിലൊക്കെ നോക്കിയാൽ അതൊന്നും വളരെ വ്യക്തമായിട്ട് കിട്ടും. ഇനി ഇത് തന്നെ പിന്നെ ഇതിന്റെ വലിയ വിശദീകരണം ഹാഷിയത്തു സഫത്തിയിലും അതുപോലെ തന്നെ ഹാഷിയത്തു ദസൂഖിയിലും ഒക്കെയും വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് അത് ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ്. പിന്നെ തെർത്തീബിന്റെ വിഷയത്തില് ജനാപത്തുകാരന് തെർത്തീബില്ല എന്നാ പറഞ്ഞത്. തെർത്തീബിന് ആദ്യം കുളിച്ചു, പിന്നെ അതിനുശേഷം കൊണ്ടുവന്ന ജനാപത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഹൈദുകാരത്തെ ആണെങ്കിലും ഓൾക്കും തെർത്തീബില്ല, ഇനി നിഫാസുകാരത്തെ ആണെങ്കിലും അവൾക്കും ഏതില്ല, തെർത്തീബില്ല. തെർത്തീബ് പറഞ്ഞാൽ ഓരോ അവയവങ്ങളും കഴുകുന്നതിന്റെ ഇടയിൽ വെച്ച് ചെയ്യേണ്ടതില്ല. ആദ്യം കുളി കഴിഞ്ഞ് പിന്നെ തായമം ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം തായമം ചെയ്തു പിന്നെ കുളിക്കുക, ഇവർക്ക് പറ്റും. ഇനി ഇതൊന്നുമല്ല, ഒരു സാധാരണ കുളി വിളിക്കുന്ന ആളാണ് പുറത്തു പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ തായമം ചെയ്യാൻ അപ്പോൾ ഒന്ന് ഉളു എടുക്കണം എന്ന് കരുതി, അപ്പോഴും ആ ഉളു എടുക്കലും ഇങ്ങനെ ആയാൽ മതി, കനവെള്ളം കഴിയുന്നില്ലെങ്കിലും. അല്ലെങ്കിൽ ജുമാന്റെ കുളിയാണ്, അല്ലെങ്കിൽ പെരുന്നാളിന്റെ കുളിയാണ്, ഇങ്ങനെയുള്ള സുന്നത്തായ കുളികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ കുളി അല്ലെങ്കിൽ എഹ്റാമിന്റെയാണ്, അങ്ങനെയുള്ള സുന്നത്തായ കുളികളിലാണെങ്കിലും എന്ത് വേണ്ട, തെർത്തീബ് നിർബന്ധമില്ല എന്നത് മനസ്സിലാക്കണം. അപ്പൊ ആ തെർത്തീബ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ, പക്ഷെ പിന്നെ സംശയം അവിടെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ മുഖം തടവി, അപ്പൊ പിന്നെ വലത്തെ കൈയും തടവി, ഇടത്തെ കൈമുക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉള്ളത്. അപ്പൊ എന്ത് വേണം, ഇത് കഴിഞ്ഞിട്ട് ഇടത്തെ കൈയിന്റെ മേലെ വെള്ളം കൊണ്ടൊന്ന് തടവിയിട്ട്, സാത്തിലുണ്ടെങ്കിൽ അതിന് മുകളിൽ തടവിയിട്ട് അതൊന്ന് തുടച്ചിട്ട് പിന്നെ തായമം ചെയ്യണം. ആ തായമം ചെയ്തതിനു ശേഷം ബാക്കി പിന്നെ തല തടവലും ചെവി തടവലും ഒക്കെ കൊണ്ടുവരേണ്ടത്. അപ്പോഴാണ് പിന്നെ കാലുകഴുകിയൊക്കെയാണ് വേണ്ടത്. അതാണ് അതിന്റെ വിപത്ത്. ഇനി രണ്ട് കാലാകുമ്പോൾ അതെങ്ങനെയാണ്, ഒരവയവമോ രണ്ടവയവമോ എന്നതാണ് മറ്റൊരു സംശയം വന്നത്. രണ്ട് കാലം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വുളു എടുക്കുന്നത് പോലെയാണ്. ഒരു വുളുവിന് എല്ലാം ഓരോ അവയവം ആയതുപോലെ തന്നെ തായമത്തിനും രണ്ട് കാലും രണ്ട് അവയവമാണ്, രണ്ട് കൈയും രണ്ട് അവയവമാണ്. അപ്പോ അങ്ങനെ പറയുമ്പോ പിന്നെ രണ്ട് അവയവത്തിലുള്ള മുറിവാണെങ്കിൽ അവിടെ രണ്ട് തായമം ചെയ്യണം എന്ന് തന്നെയാണ് മനസ്സിലാക്കണം. അത് നമ്മളെ പിന്നെ മുഗനിയിൽ മഹല്ലിയുടെ ആശയ മുഗനിയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ ഇതാണ് ഞാൻ ചെറിയതായിട്ട് ഒരു രീതി അവിടെ പറഞ്ഞത്. അതിന് ഫൈൻ ജുരിഹ ഉളുവാഹു എന്നാണ്, അതായത് മുത്തയമ്മിന്റെ അവയവങ്ങൾക്ക് മുറിവുണ്ടായാല്. എന്നിട്ട് അവിടെ അങ്ങനെ പറയേണ്ട തയമ്മുമാന് രണ്ട് തയമ്മുമാണ്, അതായത് രണ്ട് തയമ്മ് നിർബന്ധമാണ് അസഹ അഭിപ്രായ പ്രകാരം. അതിന്റെ മുക്കാബില അസഹ അല്ലാത്തൊരു ഒന്നു മതി എന്ന് പറയണുണ്ട്, അത് മുഅ്തമദല്ല. അപ്പൊ തയമ്മും പിന്നെ രണ്ട് വേണം. എന്നിട്ട് പറഞ്ഞപ്പോ കുല്ലുമിന് ലതേന് റിജിലൈന് വുളുവിൻ വാഹിദിൻ, ഒരു വുളു പോലെ രണ്ട് കൈ രണ്ട് കാല് എന്ന് പറയുന്നത് ആണ്. എന്നിട്ട് ഇസ്തഹബു അൻ തജിഅല കുല്ല വാഹിദത്തിൻ കൗളുവിൻ, ഒരു അവയവം പോലെ ആക്കല് സുന്നത്തുണ്ട്. ആ ഫൈൻകാന ഫി അഅ്ദാഇൽ അർബഅത്തി, അപ്പൊ ഒരു വുളു എടുക്കും പോലെ രണ്ടിനെയും ഒന്നിന്റെ സ്ഥാനത്ത് ആക്കാം എന്നാണ്. അപ്പൊ ഇസ്തഹബു അൻ തജിഅല കുല്ലു വാഹിദത്തിൻ കൗളുവിൻ, ഒരു അവയവം പോലെ ആക്കണം, ഓരോന്നിനെയും ഒരു അവയവം പോലെ ആക്കൽ സുന്നത്താണ്. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഫൈൻ കാനഫി അഅ്ദാഇൽ അർബഅത്തി ജറാഹത്തു, 4 അവയവത്തിൽ മുറിവുണ്ടായി, പക്ഷെ അവൻ തഅമ്മുഹ അത് ഫുള്ളായിട്ടില്ല. ഇപ്പൊ കയ്യിലുണ്ട്, മുഖത്തുണ്ട്, തലയുടെ ചെറിയൊരു ഭാഗത്തിന് തല ഫുള്ളായിട്ട് വന്നിട്ടില്ല. അപ്പൊ എത്ര തയമ്മം വേണം? അപ്പൊ 3 തയമ്മം വേണം. ഫലാബുദ്ദമി സലാസ തയമ്മുമാത്തിൻ, 3 തയമ്മാണ് വേണ്ടത്. അപ്പൊ അല്ലവ്വലു ലിൽ വജ്ഹി മുഖത്തിന് വേണ്ടി, വസാനി ലിൽ യദൈനി കയ്യിന് വേണ്ടി, വസാലിസു ലിൽ റിജ്ലൈനി അതിനു വേണ്ടിയാണ്. അപ്പൊ റേസിന്റെ കാര്യോ അത് യക്ഫീഹി മസ്ഹുമാ ഖല്ല മിൻഹു, കമറം പറമല് വളരെ കുറഞ്ഞ ഫുള്ള് തടവണ്ടല്ലോ, ഇല്ലാത്തൊരു ഭാഗത്ത് ചെറുതായിട്ട് തടവിയാലും മതി. ഇനി തലയും ഉൾക്കൊള്ളിച്ച് തലയിലും നല്ല മുറിയുണ്ട്, അങ്ങനെ വന്നാലോ ഫഅർബഅത്തുൻ, അപ്പൊ എന്ത് വേണം? 4 തയമ്മും വേണം. ഇനി വൈൻ അമ്മത്തിൽ അലാഖുല്ല, മുഴുവൻ അങ്ങനത്തിനുണ്ട് ആമാക്കി, അപ്പൊ എല്ലാ അവയവത്തിലും മുറിയാണ്, ഒന്നും ഒഴിവില്ല. അങ്ങനെ വന്നാല് 1 2 3 4 5 അങ്ങനല്ല, അപ്പോൾ ഒറ്റ തയമ്മം മതി. ഫ തയമ്മു വാഹിദുൻ ജമീം, അവിടെ തർത്തീബ് വേണ്ടെന്നാണ്, അവിടെ ഒറ്റൊന്ന് ചെയ്താൽ മതി. ഇതാണ് മുഅ്തമദായ അഭിപ്രായം എന്ന് നമുക്ക് മുഗനിയിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ തന്നെയാണ് സംശയങ്ങൾ അന്വേഷിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ട് കൈയിനെ കൊണ്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ രണ്ട് കൈയിനകത്ത് നെഫ്ള് ചെയ്യണം എന്ന് പറഞ്ഞു. രണ്ട് കൈ ഇങ്ങനെ കൊട്ടണം, ആ കൊട്ടിയിട്ട് മുഖം തടവി കഴിഞ്ഞാൽ പിന്നീട് ചാടാനില്ല. മനസ്സിലാകണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കണം. പിന്നെ നഖലും പിന്നെ അതുപോലെ തന്നെ നീയത്തും, ആദ്യം ഖസ്ദുണ്ട്, പിന്നെ നഖല് അതുപോലെ തന്നെ നീയത്തും രണ്ടും കൂടി മുഖാറന ആയതുകൊണ്ടാണ് ചെയ്യണത്. ആ മുഖാറന ആയതുകൊണ്ട് അടിച്ച് എടുക്കപ്പെട്ടതിലാണ് നമ്മൾ ഏത് തയമ്മം ചെയ്യുന്നത്. മറ്റ് ബാക്കി അവിടെ ഉണ്ടെങ്കിൽ അതിന് കുഴപ്പം ഇല്ല. അപ്പൊ മുഖാറനത്താണ്. അപ്പൊ രണ്ട് സമയത്തല്ല, രണ്ടും അന്വരിച്ചുകൊണ്ടാവും വേണം. മുഖത്തിൽ നിന്ന് അല്പം തടവുന്നതിനൊരു ഒത്തുവരികയും വേണം. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് എന്റെ ഓർമ്മ. പിന്നെ ഞാൻ സംശയം ഇങ്ങനെ ഒന്നും എന്ന് തിരിയുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ മുഖാറനത്ത് എന്ന് പറഞ്ഞാല് മണ്ണ് അടിച്ചെടുക്കുന്നു, അത് തന്നെ
മുഖാറനത്തി നിയ്യത്തി എന്നാണ്. അത് വളരെ വ്യക്തമായിട്ട് മുഗനിയിൽ അതേ ഇബാറത്ത് കൊണ്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും ഒരുമിച്ച് വേണമെന്നുള്ള ഇതവിടെ പറയുന്നുണ്ട്. അപ്പൊ അവയവത്തില് ഉള്ളതോ അവയവത്തിലേക്ക് അടിച്ചെടുത്തതോ ആയതാണെങ്കിൽ അത് മുസ്താഖിന്റെ ഹുക്മിലേക്കാണ് വരിക. പക്ഷെ അതിന് സാധ്യതയില്ല. കാരണം ഈ നഫുൽ ഇങ്ങനെ കൊട്ടൽ എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ അടിച്ചെടുത്ത മണ്ണിക്കല്ല കൊട്ടേണ്ടത്. അത് ഇങ്ങോട്ട് കൈ മാറ്റി വെച്ചിട്ടാണ് കൊട്ടുക. അതാ തയമത്തിന്റെ സിഫത്തിൽ നിന്ന് മനസ്സിലാക്കണം, കൈഫിയത്തിൽ നിന്ന്. അപ്പൊ പിന്നെ ഒരു ചാടാന് ഇല്ല എന്നാണ്. പിന്നെ മറ്റൊന്നുണ്ട്, തയമത്തിന്റെ അവയവത്തിൽ ആവുക, അല്ലെങ്കിൽ വുളുവിന്റെ അവയവത്തിലായി മുറി, അല്ലെങ്കിൽ തയമത്തിന്റെ അവയവത്തിലായി അത് അല്ലാതെ ആയി, ഇങ്ങനെ രണ്ട് രീതി വരും. അങ്ങനെ ആവുന്ന സമയത്ത് പരിപൂർണമായ ഒരു വുളു എടുത്തു, അതിനുശേഷമാണ് വെച്ച് കെട്ടിയത്, എന്നിട്ടാണ് തയമം ചെയ്യുന്നത് എങ്കിൽ നിസ്കാരം മടക്കണോ മടക്കണ്ടയോ എന്നുണ്ട്. സാധാരണഗതിയിൽ അതിന്റെ മസല മടക്കണ്ട എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ മുഅ്തമദ് അസഹും സഹീഹും വിശദീകരിച്ചുകൊണ്ട് മഹല്ലിയിൽ വിശദീകരിക്കുന്നുണ്ട്. തയമത്തിന്റെ ബാബില് അത് മഹല്ലിയുടെ കല്ലൂബിയിലും അമീറിലും അതുപോലെ തന്നെ മുഗനിയിലും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അസഹ എന്താണ്? ശുദ്ധിയോട് കൂടെ വെച്ച് കെട്ടിയതാണെങ്കിലും അതല്ലെങ്കിലും ആ നിസ്കാരത്തെ മടക്കേണ്ടതുണ്ട് എന്നതാണ്. കാരണം ഒരു നുക്സാന്, ഒരു അല്ലാത്ത ഒരു ഇബാദത്തിന്റെ ഒരു ബന്ധം അവിടെ വന്നു എന്ന കാരണമാണ് വിശദീകരിക്കുന്നത്. അപ്പൊ അത് മടക്കേണ്ടതുണ്ട്. പിന്നെ ഇമാം മുസ്ലിം തങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട്, അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വന്തമായിട്ട് കമന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. മുഴത്തമതായ അഭിപ്രായ പ്രകാരം മഹല്ലിയിൽ അതിന്റെ ഷറഹിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ മുത്താറ ചെയ്താണ് മനസ്സിലാവും. അപ്പൊ അവിടെ അസഹായ അഭിപ്രായം എന്താണ്? മടക്കണം നിസ്കാരം. അപ്പോൾ ആ ടൈമിനെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിർബന്ധവുമാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നിസ്കാരം മടക്കേണ്ടതുമുണ്ട്. അപ്പൊ ഇനി ഒരാൾക്ക് മടക്കാതെ മരണപ്പെടുകയോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചോദ്യമില്ല. അതുകൊണ്ടാണ് ആ നിസ്കാരത്തിന് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വന്ന ഏകദേശം ചെറിയ സംശയങ്ങൾ തന്നെ അതുകൂടി നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നമ്മുടെ ക്ലാസ്സിൽ അതൊന്ന് മനസ്സിലാവും. എന്നിരുന്നാലും ഒന്നുകൂടി പറഞ്ഞത് നല്ലതാണെന്ന് മനസ്സിലാവുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ വിഷയത്തേക്ക് വരാം. വസാനിഹ, അതായത് വുളു മുറിയുന്നതിൽ നിന്ന് രണ്ടാമത്തത് സവാലു അഖലിൻ, ബുദ്ധി നീങ്ങലാണ്. ഒരാളുടെ ബുദ്ധി ലെവല് നീങ്ങിപ്പോയി. ഐ തമീസുൻ, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. ബുദ്ധി അവിടെ ഉണ്ടാവും, ഭ്രാന്തുള്ളവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. റോഡിന്റെ മേലോട്ടും താഴോട്ടൊക്കെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ടാവും, പലതും പറയുന്നുണ്ടാവും. പല പ്രസംഗങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നമ്മളൊന്നും അറിയാത്ത രീതിയിൽ തന്നെ വലിയ ശോഭയിൽ പറയുന്നുണ്ടാവും. എന്ന് വെച്ചിട്ട് അവർക്ക് ബുദ്ധിയുടെ തമീസ് അവിടെ ഇല്ല. അതാണ് ഐ തമീസുൻ ബി സുക്കരി. എന്തുകൊണ്ട്? സക്രാനായി, മദ്യം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തായി? സക്രാനായ കാരണം കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. അല്ലെങ്കിൽ രോഗം, കഠിനമായ പനി, അല്ലെങ്കിൽ കഠിനമായ വയറുവേദന, അല്ലെങ്കിൽ കഠിനമായ തലവേദന, ബുദ്ധിന്റെ വകതിരിവ് പോകൂലേ? പല്ലുവേദന ഉണ്ടായാൽ പോകൂലേ? നമുക്ക് ആലോചിച്ചാലും അറിയില്ല. പല്ലുവേദന ഉള്ളവർക്ക് അറിയാം. ജീവിതത്തിൽ ഒരിക്കലും പല്ലുവേദനിച്ചിട്ടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മളെല്ലാവരെയും. അപ്പോ പല്ലുവേദന, അല്ലെങ്കിൽ തലവേദന, അതല്ലെങ്കിൽ വയറുവേദന, അല്ലെ ശക്തിയായ പനി പോലുള്ളത് കൊണ്ട് എന്താവും? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും, പോകും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വുളുവിന്റെ ഹാല് പോയി, അല്ലെ ഭ്രാന്തായി, ഔ യഗ്മാഇൻ, അല്ലെ ബോധക്ഷയം ഉണ്ടായി, ഔ നോമിൻ, അതല്ലെങ്കിൽ എന്താക്കി? ശരിക്കണ്ട് ഉറങ്ങി, ഊർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങി. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വുളു മുറിയുന്നതാണ്. അതിന് ലക്ഷ്യം ലിൽ ഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസ് ഉണ്ട്, ഫമന്നാമ ഫല്യതവല്ല, ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് വുളു ഉണ്ടാകട്ടെ. മറ്റേ കൈമ ഖിയാസാക്കിയിട്ടുണ്ട്. അപ്പോ പിന്നെ ഇവിടെ സവാലു അഖലിൻ, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാന്നാണ് പറഞ്ഞത്. അപ്പോ ഉറങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് ഉറങ്ങിയാൽ എന്നൊരു അഭിപ്രായം നമുക്ക് ശേഷം വിശദീകരിക്കാനുണ്ട്. അപ്പൊ അല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ ഏതന്നെയാണ് വുളു മുറിയും എന്ന് തന്നെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. വഖറജ ബി സവാലിൽ അഖലി, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് ഒഴിവാണ് അന്നു ആസു, തൂങ്ങിയുറക്കം. തൂങ്ങിയുറക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലങ്ങനെ ആട്ടുന്നുണ്ട്, സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, പിന്നെ ഉറക്കിലോട്ട് അല്ലേനും കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ തിരിയുന്നുണ്ട്. അതാണ് അവായിലു നശ്വത്ത് സുക്കരി, സക്രാനിന്റെ ആ പ്രാരംഭഘട്ടം. അപ്പോഴൊന്നും എന്താവൂല, ശരിക്ക് ബുദ്ധി അങ്ങോട്ട് നീങ്ങി പോവില്ല. അങ്ങനെ ആകുമ്പോൾ ഫലാ നഖള ബിഹിമ, ഇത് രണ്ടും കൊണ്ടും വുളു മുറിയുകയില്ല. ഏതുപോലെ കമാ ഇദാ ശക്ക, ഒരാൾ സംശയിച്ചു, ഹൽ നാമ, ഞാൻ ഉറങ്ങിക്കാണോ, ഔ നാസ, അല്ലെങ്കിൽ ഞാൻ തൂങ്ങി ഉറങ്ങിക്കാണോ എന്ന് സംശയിക്കുമ്പോൾ, അങ്ങനെ സംശയിക്കുകയാണെങ്കിലും വുളു മുറിയില്ല എന്നാണ്. വമിൻ അലാമാത്തിൻ നുആസ ആണ് എന്ന് അറിയാനുള്ള അതിന്റെ അടയാളങ്ങൾ എന്താണ്? സിമാഉ കലാമിൽ ഹാദിരീന, അവിടെ കൂടിയ ആളുകളുടെ സംസാരം കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നാണ്. ഏത് സ്ഥിതിയിൽ വാബ ഹാലി ഇല്ലം യഫ്ഹമുഹു,
അവിടുത്തെ ആ സംസാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവനക്ക് ശരിക്കും തിരിയുന്നില്ല. എന്നാലും ആ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതുകൊണ്ട് വുളു മുറിയും. ലാ സവാലുഹു ബിനോമിൻ, അതായത് ഒരു ഉറക്കക്കാരന്റെ പിന്നെ ബുദ്ധിയുടെ നീങ്ങൽ കൊണ്ട് വുളു മുറിയില്ല. ലാബി നൗമിൻ ഖാഇദിൻ മുമക്കിനും മഖഅദഹു കൂട്ടി വെച്ചാൽ മനസ്സിലാവും. അപ്പോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ, അതായത് അക്കലിന്റെ തമീസ് പോയാൽ വുളു മുറിയും. ലാ സവാലുഹു ബിനൗമിൻ, ഒരു ഉറക്കം കൊണ്ടുള്ള നീക്കമല്ല. എങ്ങനെ ഉറങ്ങി? ഖായിദിൻ, ഇരുന്നവനായിട്ട്. എങ്ങനെ ഇരുന്നു? മുമക്കിനും ഇരപ്പിട സ്ഥാനത്ത് ശരിക്കും ഉറപ്പിച്ചിട്ട്, രണ്ട് ചന്തിങ്ങനെ ശരിക്ക് ഉറപ്പിച്ചിട്ടിരുന്നു. മി മക്കരിഹി, അതിന്റെ ആ സ്ഥാനത്ത്. അതായത് ഇപ്പോ വാഹനത്തിന്റെ പുറത്താണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കുഴപ്പമില്ല, അതൊക്കെ തൊഫിൽ അങ്ങനെ പറയുന്നുണ്ട്. വസ്തനത ലിമ ലൗസാല സക്കത്ത, ഒരു തൂണിലേക്കോ അല്ലെങ്കിൽ ഒരു ഒടിയിലേക്കോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ പുറത്തേക്കോ അല്ലെങ്കിൽ അവന്റെ വാഹനത്തിലേക്കോ ഒക്കെ എന്തെങ്കിലും ചാരി ഇരുന്നിട്ടുമുണ്ട്. പക്ഷെ അതിങ്ങനെ അതിന് വലിച്ചാൽ സക്കത്ത് അവനോട് വീഴും. അങ്ങനെയാണ്. അങ്ങോട്ട് വലിച്ചാൽ അവൻ നീങ്ങും. അല്ലെങ്കിൽ ആ ഹെത്തബ എന്നാണ്. അല്ലെങ്കിൽ അവന് മുട്ട് മടക്കി ഇങ്ങനെ ഇരുന്നു, മുട്ടിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ അവന്റെ ചന്തിക്കെട്ട് ശരിക്ക് ഭൂമിയിൽ ഇങ്ങനെ നല്ലോണം പതിഞ്ഞ് ഇരിക്കുകയുമാണ്. അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ഉറക്കം വന്നിട്ടുണ്ട്. എന്നാൽ വുളു മുറിയില്ല. വലൈസ ബൈന മക്കാരിന്റെ ഇരിപ്പിടസ്ഥാനത്തിന്റെ ഇടയിലും അപ്പൊ മക്കാരിയെ പിന്നെ അലിയ ഇരിപ്പിടസ്ഥാനം വെച്ച സ്ഥലത്തിന്റെ ഇടയിലും ഇല്ല തജാഫിൻ, ഒരു വിടവില്ല, ഒരു തബാഉദ്, ഒരു വിടവ് അവിടെ ഇല്ല. അപ്പൊ എന്തൊക്കെ വുളു മുമക്കിന് ഇന്ദബഹ ബഅദ സവാലി അല്ലത്തി. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ വുളു മുറിയില്ല. എന്തൊക്കെ വുളു മുമക്കിന്, ഇരിപ്പിടസ്ഥാനം ഉറപ്പിച്ചിരുന്ന ഒരാളെ വുളു മുറിയും. എന്താണ്? ഇന്ദബഹാൻ ഉണർന്നു ബഅദ സവാലി അല്ലത്തി, അതിന്റെ രണ്ട് ചന്തി നീങ്ങിയിട്ടാണ്. ഉണർന്നു നോക്കുമ്പോൾ ചന്തി നീങ്ങിയിട്ടുണ്ട്. ആ മക്കരി, ചന്തി വെച്ച സ്ഥലത്ത് നിന്ന് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ വുളു മുറിയും. ലാ വുളു ഷാക്കിൻ ഹൽ കാന മുമക്കിനൻ ഔല. ഒരാൾക്ക് സംശയം, ഞാൻ ചന്തിക്കെട്ട് ഇങ്ങനെ ഉറപ്പിച്ചിട്ടാണോ അല്ലയോ എന്ന് സംശയിച്ചു, അവന്റെ മുറിയുകയില്ല. അല്ല ഔ ഹൽ സാലത്തിൽ അല്ലത്തഹു കബിലൽ യഖലത്തി, ഉണർവിന്റെ മുമ്പാണോ ചന്തി നീങ്ങിയത്, ഔ ബാദ, അല്ല അതിന്റെ ശേഷമാണോ എന്ന് സംശയിച്ചാലും ഇതിലെ വുളു മുറിയുകയില്ല. ഇനി ഒരാൾക്ക് സ്വപ്നം കണ്ടു എന്ന് ഉറപ്പായി, പക്ഷെ ഉറങ്ങിക്കണമെന്ന് ഉറപ്പാണില്ല, അതിനൊരു അസറുമില്ല. ഒരാൾ സ്വപ്നം കണ്ടിക്കണമെന്നാണ് പറഞ്ഞു, പക്ഷെ ഉറങ്ങിയതായിട്ട് ഒന്നും ഉറപ്പില്ല. ആ വർത്താനത്തിൽ നിന്നും ഒരു അസറുമില്ല, ഒരു ഫായിദില്ല. അതൊക്കെ എഴുതി തള്ളണതാണ്. അതൊക്കെ കടലാസിൽ നിന്ന് മാറ്റിച്ചു. തയക്കുനു റുയ്യ, പിന്നെ റുയ്യ സ്വപ്നം ഉറപ്പാകലാവുന്നത് മാ അദമി തദക്കുറി നോമിൻ, ഓർമ്മയില്ലാത്തതിനോട് കൂടല്ല അസറലഹു, ആ റുയ്യക്കൊന്നും ആ തയക്കുനൊന്നും ഒരു അസറുമില്ല. വുളു മുറിയുന്ന കാര്യത്തിൽ യാതൊരു അസറുമില്ല എന്നർത്ഥം. ബിഖിലാഫിഹി, ആ റുയ്യക്ക് എതിര് മാ ശക്കി ഫീഹി, ആ നോമിലുള്ള ശക്കോട് കൂടെ, നോമിലുള്ള ശക്കാണ്. അപ്പൊ അന്നഹ മുറജ്ജഹത്തുൽ ഇഹദ ത്വറഫിഹി, രണ്ടാൽ ഒരു ത്വറഫിന്, അതായത് സംശയത്തിൽ രണ്ട് ഹംസീനാണല്ലോ, അപ്പൊ രണ്ടാൽ ഒന്നിനെ തെർജിഹാക്കുന്നതാണ്. ഉറപ്പായ റുയ്യ ഉണ്ട് എന്ന്, ഉറങ്ങിക്കണോന്ന് ഉറപ്പും വരില്ല, അവിടെ വുളു മുറിയും, യാതൊരു സംശയമില്ല. കാരണം അവന് റുയ്യ ഉണ്ടായിന്ന് ഉറപ്പല്ലേ, അത് ഉറപ്പാണ് വന്നിട്ടുള്ളത്. ഉറങ്ങാതെ എങ്ങനെ ഉണ്ടാവില്ല, റുയ്യ വരാറില്ല. അവിടെ ഉറങ്ങിക്കണോ ഇല്ല എന്നുള്ള സംശയത്തിൽ യാതൊരു അസറുമില്ല. അതേ സമയത്ത് സ്വപ്നം കണ്ടിട്ടുണ്ട്, പിന്നെ ബിഖിലാഫിഹി എന്ന് പറഞ്ഞാല് റുയ്യക്ക് എതിര് മാ ശക്കി ഫിഹി, ആ നോമിലുള്ള സംശയത്തിന്, നോം ഉറങ്ങിയിട്ടാണോ അല്ലേ എന്നൊരു സംശയം ഇങ്ങനെ വന്നു. അന്നഹ ആ ശക്ക് മുറജ്ജിഹത്തുൽ അഹദി ത്വറഫൈഹി, ആ ശക്കിന്റെ രണ്ടാലൊരു തർഫിനെ തെർജിഹാക്കുന്നതാണ്, തെർജിഹാക്കലിനെ പ്രേരിപ്പിക്കുന്നതാണ്. തെർജിഹാക്കുന്നതെന്ന് വെച്ചാൽ മുൻഗണന കൊടുക്കുന്നതാണ്, മുൻതൂക്കം കൊടുക്കുന്നതാണ്. അപ്പൊ അവിടെയും ഇവിടെയും മസല വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെയും ശക്കാണെങ്കിൽ അവിടെ വുളു മുറിയില്ല എന്ന ഭാഗത്തിന് പരിഗണന കൊടുക്കും, മറ്റേ തയക്കുനാണെങ്കിൽ മുറിയും എന്നതാണ് കൊടുക്കുക എന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ മറ്റു ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൈറിനെ പറയാനും അത് കേൾക്കാനും പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാൻ റബ്ബി നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.